വാവ്, അടിപൊളി. റീൽസ് എടുക്കുന്നത് സമ്മതിക്കണം അല്ലേ? അയ്യോ, 1 മണിയായോ? കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല. ഓ, ഈ ഫോണും പിടിച്ചുകൂടി ഇരുന്ന് അവിടെ ഇരിക്കണം. ഹലോ ഹലോ ഹലോ, പോവല്ലേ പോവല്ലേ, നമ്മളെ തന്നെയാ. ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരുന്നാലേ നഷ്ടപ്പെടാൻ പോണത് മറ്റാർക്കും അല്ല, നമുക്ക് തന്നെയാ. അപ്പൊ നിർത്തല്ലേ? ഹായ് ഹലോ, വിടമയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. ഇന്ന് നമ്മള് ഫോൺ അഡിക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതായി കാണേണ്ട ഒരു പ്രശ്നമല്ല കേട്ടോ. ഇപ്പൊ ഉണ്ടാവുന്ന പല റിലേഷൻഷിപ്പും ബ്രേക്ക് ആവുന്നത് പോലും ഈ ഫോൺ അഡിക്ഷൻ മൂലമാണ്. പല ഡിവോഴ്സിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതും ഈ ഫോൺ അഡിക്ഷൻ ആണ്. ഇനിയിപ്പോ റിലേഷൻഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡിനെ ഫുൾ ബ്ലാങ്ക് ആക്കി മാറ്റുന്നതും ഈ ഒരു ഫോൺ അഡിക്ഷൻ തന്നെയാണ്. അപ്പൊ ഈ ഫോൺ അഡിക്ഷൻ നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. നമുക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ഫോൺ അഡിക്റ്റഡ് ഒന്നുമല്ല, ഞാൻ അങ്ങനെ കുറച്ച് നേരം നോക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വെക്കും, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ പറയുന്നവരിൽ പകുതി പേരും ഫോൺ അഡിക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ അഡിക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കുറച്ച് എക്സാമ്പിളിലൂടെ പറയാം. അപ്പൊ നമ്മൾ ഉറങ്ങാൻ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് ഫോൺ വെച്ചിട്ടാണോ നമ്മൾ ഉറങ്ങുന്നത്? അതുപോലെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഫോണാണോ? ഇനി രാത്രി ഉറക്കത്തിന്റെ ഇടയിൽ നമ്മൾ എണീറ്റാല് നമ്മൾ ഫോൺ എടുത്തിട്ട് കുറച്ചു നേരം നോക്കുന്നുണ്ടോ? ഇനി അതുമല്ല, നമ്മളുടെ അടുത്ത് ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്, ജോലി ചെയ്യാണ്, അതല്ല നമ്മൾ കിച്ചണിലാണ്, എപ്പോഴും നമ്മുടെ അടുത്ത് ഫോൺ ഉണ്ടോ? ഫോൺ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഫോൺ എവിടെ പോയി എന്ന് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അതല്ല, നമ്മുടെ ഫോണിലെ ചാർജ് തീരാറായെന്ന് കാണുമ്പോഴേക്കും നമുക്കൊരു വെപ്രാളം ഉണ്ടാവില്ലേ, അയ്യോ ഫോൺ ചാർജർ എവിടെ, ഫോൺ ഇപ്പോൾ ചാർജ് തീരും, വേഗം കൊണ്ടുപോയി കുത്തിയിടുക. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കാവും, അത് ഒരു അരമണിക്കൂർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫോൺ ജസ്റ്റ് ഒന്ന് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുന്നുണ്ടാവുക. പക്ഷെ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ തുറന്ന് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഫോൺ നോക്കുന്നുണ്ടാവുക. അപ്പൊ അത് നോക്കി പിന്നെ അടുത്തേല് പോവും. അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റിന് വേണ്ടി ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ 1 മണിക്കൂറായി, 2 മണിക്കൂറായി, അങ്ങനെ നമ്മൾ ഇരുന്ന് പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡിക്ഷൻ തന്നെയാണ്, അത് മാറ്റേണ്ടതുമാണ്. അപ്പൊ നമ്മൾ മനുഷ്യരാണ്, പെട്ടെന്ന് തന്നെ നമുക്കൊരു സംഭവം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ മാറ്റാൻ പറഞ്ഞാൽ മാറ്റില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഫോണിന്റെ കാര്യമൊക്കെ നമ്മൾ മനുഷ്യർ എപ്പോഴും സുഖവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ മൈൻഡ് എപ്പോഴും റിലാക്സ് ആക്കാനൊക്കെ വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെ ഫോൺ, യൂട്യൂബ്, അതുപോലെ ഇൻസ്റ്റ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കൊറോണ കാലം വന്നപ്പോഴാണല്ലേ നമ്മൾ കൂടുതൽ മടിയന്മാരായിട്ടുള്ളത്. ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് കൂടുതൽ പേരും ഈ ഫോൺ അഡിക്ഷൻ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് മാറിയത് അല്ലേ. എനിക്കും ഈ ഒരു ഫോൺ അഡിക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ കൊറോണയൊക്കെ സ്റ്റാർട്ട് ആയ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ബിസിയാണ്, ഇപ്പൊ സ്റ്റിച്ചിങ്ങും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ബിസി ആയിരുന്നു. പക്ഷെ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റാതായി. ഫുൾ ടൈം വീട്ടിൽ ആളുണ്ട്, സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയോ അല്ലെങ്കിൽ ടൈമോ ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ വളരെ കുറവാണ് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ആയാലും ആ ഒരു സമയമൊന്നും ഇല്ലാതെ വന്നു. അപ്പോൾ ഫുൾ ടൈം ഞാനും ഇതുപോലെ ഫോണിൽ തന്നെയായിരുന്നു. ഫുൾ ഇൻസ്റ്റ റീൽസും അതുപോലെ യൂട്യൂബ് വീഡിയോസും അങ്ങനെ ഫുൾ ടൈം ഞാനും ഫോണിൽ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഫുൾ ടൈം ബിസി ആയിട്ട് ഇരുന്നിരുന്ന ആളാ. പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി. എന്താണ് ഞാനിങ്ങനെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കാര്യവും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് തന്നെ ഒരു തോന്നൽ വന്നതിന് ശേഷമാണ് ഇത് ശരിയാവില്ല, ഇത് മാറ്റിയെടുക്കണം എന്നുള്ളത് ഞാൻ തന്നെ വിചാരിച്ചത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ആദ്യം പറയാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ എത്ര ടൈമാണ് ഓരോ ആപ്പിലും ടൈം സ്പെൻഡ് ചെയ്തെന്നുള്ളത് നോക്കി. ഒരു ദിവസം ഞാൻ യൂട്യൂബ് യൂസ് ചെയ്ത് ടൈം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതിനുള്ള ആപ്പൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ നിന്നാൽ വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പൊ യൂട്യൂബ് ഞാൻ ഒരു ദിവസം എത്ര ടൈം എടുത്തു എന്നുള്ളത് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 7-8 മണിക്കൂറാണ് ഒരു ദിവസം ഞാൻ യൂട്യൂബ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ 24 hours 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അതിന് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും ആവുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. പലരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതല്ല ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് കോമഡി വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമില്ല. നമ്മളത് കണ്ടിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അത് നിർത്തുക എന്നല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട്
യാതൊരു കാര്യമില്ല. അപ്പൊ ഇത്രയും സമയം ഫോണിൽ ഇങ്ങനെ യൂട്യൂബും ഇൻസ്റ്റയിലും ഒക്കെ ടൈം ഇത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ ഒരു കുറ്റബോധം, ദൈവമേ ഞാൻ എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുണ്ട്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് മോശമല്ലേ എന്ന് എനിക്ക് തന്നെ തോന്നിയതിന് ശേഷമാണ് അതൊക്കെ ഒന്ന് മാറ്റിയത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതെല്ലാം അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ എനിക്ക് തന്നെ തോന്നി നമ്മുടെ ഒരു മെന്റൽ സ്ട്രെങ്ത്തിന് അത് ചിലപ്പോൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ വന്നുകൊണ്ടിരുന്ന ട്രാക്ക് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്തില്ല. ആദ്യം ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാ ആപ്പിനും ഒരു വലിയ ലോക്ക് അങ്ങ് ഇട്ട് വെച്ചു എന്നുള്ളതാണ്. സാധാരണ ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, യൂട്യൂബൊക്കെ ഡയറക്റ്റ് അങ്ങ് എടുക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കുറെ വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള ഒരു ലോക്ക് വെച്ചു. അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുക്കുമ്പോൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ഒന്നും എടുക്കാതിരിക്കില്ലേ. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ആദ്യം ലോക്ക് ഇട്ട് വെച്ചു. അപ്പൊ അതൊരു 10% നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു 9% ആയിരുന്നേ ഉള്ളൂ, വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ അലാം വെച്ചു. അപ്പൊ നമ്മൾ യൂട്യൂബ് നമ്മൾ ഏത് ആപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന മാതിരി ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് യൂട്യൂബും അതുപോലെ ഇൻസ്റ്റ. FB ഒന്നും അധികം യൂസ് ചെയ്തിരുന്നില്ല, എന്നാലും FB, പിന്നെ കൂടുതൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിൽ കുറെ ഡിസൈൻസ് ഒക്കെ വരും. അപ്പൊ അത് നമ്മൾ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്തത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതും ഞാൻ കുറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിൻട്രസ്റ്റ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. പിൻട്രസ്റ്റ് ഞാൻ മുഴുവനായിട്ടും കളഞ്ഞു. പിന്നെ യൂട്യൂബും ഇൻസ്റ്റയൊന്നും അങ്ങനെ കളഞ്ഞില്ല, പക്ഷെ അലാം വെച്ചു. ആദ്യം ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ, കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ എണീറ്റുകൊണ്ടിരുന്നത്, ആർക്കും എവിടെയും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എണീറ്റ വഴിക്ക് തന്നെ ഞാൻ ഫോൺ എടുക്കും. ആദ്യം നോക്കുന്നത് നോട്ടിഫിക്കേഷനൊക്കെ നോക്കും, വാട്സപ്പ് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ നോക്കും. അത് കഴിഞ്ഞ് YT സ്റ്റുഡിയോ, അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ, ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ വ്യൂ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ വ്യൂ ഒന്നും ഇല്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ മൂഡ് അപ്പൊ തന്നെ പോയിട്ടോ. അത് ഒരു കാര്യം. പിന്നെ ഇങ്ങനെ നമ്മൾ എണീറ്റ് ഒരു അരമണിക്കൂർ ഈ ഫോണിൽ തന്നെ കളയും. ചിലപ്പോൾ അതിലും കൂടുതൽ സമയം, ആരും എണീറ്റിട്ടില്ല, മക്കളൊന്നും എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പിന്നെയും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൊ ആദ്യം ചെയ്തത് അലാം വെക്കുക എന്നുള്ളതാണ്. രാത്രിയിൽ കിടക്കാൻ സമയം, ഇപ്പോൾ കിടക്കുന്ന സമയമാകുമ്പോൾ ഇവരൊക്കെ കിടത്തിയിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെയും ഫോൺ എടുത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഉറക്കം വന്നിരുന്നില്ല. നമ്മൾ പകലെന്തെങ്കിലുമൊക്കെ പണിയെടുത്താലല്ലേ നമുക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം വരുള്ളൂ. അപ്പോൾ എക്സസൈസ് പോലും ചെയ്തിരുന്നില്ല ആ ഒരു സമയത്തൊന്നും. അപ്പോൾ ഉറക്കവും വരില്ല. അപ്പോൾ പിന്നെയും ഫോൺ എടുക്കും. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് 10 മണിക്ക് അലാം വെക്കലാണ് കേട്ടോ. രാത്രി 10 മണിക്ക് ശേഷം നമ്മളിങ്ങനെ ചിലപ്പോൾ കിടക്കാൻ സമയമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അലാം അടിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ അലാം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിലും കാണാം, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കുറയ്ക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് അലാം വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒരു 10-10:30 ആവുമ്പോൾ അലാം അടിക്കും, ഓഫ് ചെയ്ത് അവിടെ അങ്ങനെ വെക്കും. രാവിലെ ഞാൻ ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ എണീക്കാൻ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും കാണില്ല, എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്താലൊന്നും, ഇനി ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷനും കാണില്ല. 10 മണിക്ക് ശേഷമേ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം വാട്സപ്പ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാട്സപ്പിൽ ഞാൻ അധിക സമയം സ്പെൻഡ് ചെയ്യാറില്ല. ആകെ 1-2 ചങ്ക്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ മാത്രമാണ് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് വാട്സപ്പ് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഈ യൂട്യൂബ്, ഇൻസ്റ്റ, അതിനൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ 10 മണിക്ക് ശേഷമാണ് അതെല്ലാം ഓൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ബിസി ആയിരിക്കും. ആ സമയത്തൊക്കെ കിച്ചണിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊന്ന് കുറഞ്ഞു കിട്ടി. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഫോൺ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കിച്ചണിലാണ്. ഇപ്പം ഞാൻ പാത്രം കഴുകുമ്പോഴായാലും കുക്ക് ചെയ്യുമ്പോഴായാലും ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ടാണ്, ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി വീഡിയോസോ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യലും പാത്രം കഴുകലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വീട്ടമ്മയാകുമ്പോൾ നമ്മൾ കൂടുതൽ സമയവും കിച്ചണിലാണല്ലോ. അപ്പം ഞാൻ മുൻപ് എങ്ങനെയാണ് ചെയ്തത്, ഈ കൊറോണയ്ക്കൊക്കെ മുൻപ് എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ സീരിയസ്ലി പറയാണ്, എനിക്ക് കണ്ടന്റ് ഒക്കെ കൂടുതലും എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഞാൻ കിച്ചണിൽ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിയുമ്പോഴൊക്കെയാണ് എനിക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് ഐഡിയ ആയിട്ട് വരാറ് കേട്ടോ. സീരിയസ്ലി പറയാണ്, വെറുതെ പറയല്ല. അപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അങ്ങോട്ടും കൂടെ പോവാണ്. അപ്പൊ എന്റെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആണ്. ഹോം സിനിമയിലെ വിജയ് ബാബു ഇന്ദ്രൻസ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു സീനാണ് കേട്ടോ. അതിൽ വിജയ് ബാബു പറയുന്നുണ്ട്, മൊബൈല് നമ്മുടെ
ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെയൊക്കെ ബ്ലാങ്ക് ആക്കും എന്നുള്ളത് സത്യമാണ് കേട്ടോ. അത് എനിക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ പറഞ്ഞില്ലേ, കിച്ചണിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഐഡിയാസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്തൊന്നും എനിക്ക് ഒരു ഐഡിയയും വന്നു തീർന്നില്ല. കാരണം ഞാൻ ബിസിയാണ്, ഞാൻ ഫോൺ കാണുന്നുണ്ട്, എൻ്റെ പണികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. മറ്റേത് ഞാൻ പണി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പാത്രം കഴുകുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ കൂടുതൽ വേറെ വേറെ ചിന്തകളൊക്കെ വന്നുകൊണ്ടിരുന്നിരുന്നു. അത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് കുറേ തോട്ടുകളൊക്കെ വന്നിരുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ വീഡിയോ കാണൽ മാത്രമായപ്പോൾ എൻ്റെ മനസ്സ് ഫുൾ ബ്ലാങ്ക് ആയി. ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇതൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് ഫോൺ കൊണ്ടുപോവുകയേ ചെയ്യാറില്ലായിരുന്നു. ഇനി അഥവാ ഫോൺ കൊണ്ടുപോയാൽ പോലും ഞാൻ ഒരു വീഡിയോ യൂട്യൂബ് ആയാലും എന്തായാലും ഒന്നും ഞാൻ ഓപ്പൺ ആക്കാറില്ലായിരുന്നു. അതിന് നമുക്കൊരു മനസ്സിനൊരു കട്ടി ഉണ്ടാവണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും എന്നുള്ള മനസ്സ് ഉറപ്പുണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഓണാക്കിയിരിക്കും. അങ്ങനെ ചെറിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടൊക്കെ വന്നു. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ കാണുന്ന ആപ്പുകളൊക്കെ നേരെ അങ്ങോട്ട് ഫോണിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് മാറ്റി. അപ്പോൾ ലാപ്ടോപ്പ് ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ആ സമയത്താണ് ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കാറുള്ളൂ. രാവിലെ നമ്മൾ ബിസി ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ആപ്പുകളൊക്കെ തുറന്നു നോക്കുകയുള്ളൂ. അപ്പോൾ മൊബൈൽ ഫോണിലില്ല. അപ്പോൾ ലാപ്ടോപ്പിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയവും കുറഞ്ഞു വന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ അത് എനിക്ക് നല്ലൊരു മാറ്റമായിട്ടോ. അപ്പം ഞാനൊരു 9-8 ഇപ്പം 10ൽ ഞാനിപ്പോൾ ഒരു 9-8% ആണ് കുറഞ്ഞതെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനൊരു 3-4 ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കുറഞ്ഞ സമയമാണ് ലാപ്ടോപ്പിലേക്ക് മാറുന്നുള്ളൂ. കാരണം ലാപ്ടോപ്പിലിരിക്കുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈം നന്നായിട്ട് കുറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് നല്ല മാറ്റം വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മുടെ പണികളൊക്കെ അവിടെ കിടക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിലേക്കൊക്കെ തിരിച്ചു വന്നു. സ്റ്റിച്ചിങ്ങിലൊക്കെ പുതിയ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനും കുട്ടികളുടെ തന്നെ ഡ്രസ്സൊക്കെ ഞാൻ പുതിയ കട്ടിങ്ങിലേക്കൊക്കെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ മണ്ഡല ആർട്ട്, അതുപോലെ അതൊക്കെ ഞാൻ മുന്നേ ചെയ്തിരുന്നതാണ്. മണ്ഡല ആർട്ട്, ഡെക്കോപ്പേഷൻ, ബോട്ടിൽ ആർട്ടൊക്കെ മുന്നേ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെയും പൊടി തട്ടിയെടുത്തു. അപ്പോൾ അങ്ങനെ ബിസി ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ നോക്കുമോ? ഇല്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് എന്ന് തോന്നുമ്പോഴല്ലേ നമ്മൾ കൂടുതലും ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ ബിസി ആക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഫോൺ അധികം ആവശ്യം വരില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇപ്പം എനിക്ക് ഫോൺ നോക്കാനായിട്ട് തോന്നില്ല. അപ്പം നമ്മളങ്ങനെ ബിസി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഫോൺ അഡിക്ഷൻ നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി തിട്ടപ്പെടുത്തി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ദിവസം നമുക്കത് ചെയ്യണം. അങ്ങനെയുള്ളൊരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫോൺ അഡിക്ഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞു വരും. ഇപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ഐഡിയാസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം അതല്ല, നമ്മൾ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിനാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊന്നും കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈവൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോസ് ആണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു തോട്ടും വരുന്നില്ല. അതല്ല, ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിലെന്താ ഉള്ളത്, അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ എന്നേ ഞാൻ പറയുള്ളൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല എന്നുണ്ടെങ്കിൽ കാണാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം ഈ വീഡിയോ എന്നല്ല, ഏത് വീഡിയോസ് ആയാലും നിങ്ങൾക്കത് കണ്ടിട്ട് ഉപകാരമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചാനൽസ് ഒക്കെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഓഫ് ആക്കിയിടാം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ കേട്ടോ. പിന്നെ മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അൺഇൻസ്റ്റോൾ ചെയ്യോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് മാറ്റോ അങ്ങനെയുള്ള സ്റ്റെപ്പൊക്കെ എടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഞാൻ ആദ്യത്തെ പോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് പിന്നെ ഒക്കെ റെഡിയായി. അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ആ ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും റൈറ്ററുടെ ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വായിച്ചത് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് തന്നെ 1-2 പേജൊക്കെ വായിച്ചാൽ തന്നെ നമ്മൾ ഈ ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി മാറി കിട്ടും. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പഴയ റുട്ടീനിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഫോൺ അഡിക്റ്റഡ് ആണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ആദ്യം എടുക്കുക. അപ്പൊ നമ്മളെ തന്നെ അങ്ങനെ ബിസി ആക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഫോൺ നോക്കിയിരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ലാന്നേ. ആ അഡിക്ഷനൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പൊ നമ്മള്
നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ലോകത്തിലേക്ക് കാല് വെക്കുകയാണ്. അപ്പോൾ അത് മാത്രം എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. അപ്പോഴേ മതി, ഫോൺ വെക്ക്. പോ.